നമ്മുടെ ഡീഹൈഡ്രേഷൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ദ സ്റ്റാർട്ടിംഗ് ആൽക്കഹോൾ സ്ട്രെങ്ത് ഈസ് യൂഷ്വലി 80%, ബട്ട് ഇറ്റ് ക്യാൻ ബി ലോവർ ടു 30 to 70% ഇഫ് ദി ടിഷ്യൂ ഈസ് സോഫ്റ്റർ. അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് സൊല്യൂഷൻ എടുക്കേണ്ടത് ഏകദേശം ഒരു 80% ആണ്. ബട്ട് ഇറ്റ് ക്യാൻ ബി നമുക്ക് 30 to 70% എടുക്കുകയാണെങ്കിൽ, അതായത് 80% ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 30 to 70% ടിഷ്യൂവിനെ സോഫ്റ്റ് ചെയ്തിട്ട് കിട്ടും, സോഫ്റ്റർ ആക്കിയിട്ട് കിട്ടും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദി അബ്സല്യൂട്ട്ലി ആൽക്കഹോൾ ഈസ് ചേഞ്ച്ഡ് 3 times. അതായത് ആൽക്കഹോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 times ചേഞ്ച് ചെയ്യാം. To ensure that the final bath alcohols pour, it should be free from water. അതായത് മൂന്നാമത്തെ തവണ നമ്മൾ ആൽക്കഹോൾ ഇട്ട് വെച്ചിട്ട്, അതായത് ബാത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുളിപ്പിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ടിഷ്യൂവിനെ കാസറ്റ്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ ആൽക്കഹോളിൽ ഇട്ടെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഫൈനൽ ബാത്തിന് ശേഷം നമ്മൾ ആൽക്കഹോൾ ഒഴിവാക്കുക, ഡിസ്കാർഡ് ചെയ്യുക. അങ്ങനെ 3 പ്രോസസ്സ് കഴിയുമ്പോഴേക്കിനും നമ്മുടെ ടിഷ്യൂവിൽ നിന്നും വാട്ടറൊക്കെ പോകും, ഫ്രീ ഫ്രം വാട്ടർ. ടിഷ്യൂവിൻ്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്ത സെല്ലിൻ്റെ ഉപരിതലത്തിലുള്ള വാട്ടറുകളൊക്കെ നഷ്ടപ്പെടും. ആൽക്കഹോൾ മസ്റ്റ് ബി റിമൂവ്ഡ് ബിഫോർ ദി ഇൻഫിൽട്രേഷൻ ഓഫ് പാരാഫിൻ ക്യാൻ ഡിസൈൻഡ് പ്രോസസ് ഈസ് കോൾഡ് ക്ലീനിങ്. അതായത് നമ്മൾ ആൽക്കഹോളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ വാട്ടർ പോയിട്ട് പിന്നെ ടിഷ്യൂവിൻ്റെ ഉപരിതലത്തിൽ എന്തുണ്ടായിരിക്കും, ആൽക്കഹോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ആൽക്കഹോളിനെ നമ്മൾ മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. ഫിൽട്രേഷൻ്റെയും പാരാഫിൻ്റെ ഒക്കെ മുമ്പേ ആയിട്ട് നമ്മൾ ടിഷ്യൂവിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ആൽക്കഹോളിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്, ക്ലിയറിങ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആദ്യം ഫോർമാലിനിൽ ഇട്ട് വെച്ചിട്ട് എടുക്കുന്ന ടിഷ്യൂവിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡീഹൈഡ്രേഷൻ ചെയ്തത്. ഡീഹൈഡ്രേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് ആൽക്കഹോളാണ്. ആൽക്കഹോളിലിട്ട് 3 തവണ സെപ്പറേറ്റ് ആൽക്കഹോളിലിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിഷ്യൂവിൻ്റെ ഉപരിതലത്തിലുള്ള വാട്ടറൊക്കെ റിമൂവ് ആയിട്ടുണ്ടായിരിക്കും. ബട്ട് അതിൻ്റെ ഉപരിതലത്തിൽ എന്തായി, ആൽക്കഹോളായി. അപ്പോൾ ആൽക്കഹോളിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് ഇൻഫിൽട്രേഷൻ്റെയും പാരാഫിൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെയും മുൻപായിട്ട് ടിഷ്യൂവിൻ്റെ ഉപരിതലത്തിലുള്ള ആൽക്കഹോളിനെ റിമൂവ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്, ക്ലിയറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ക്ലിയറിങ് Xylene is used as the clearing agent. ക്ലിയറിംഗ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂഷനാണ് xylene എന്ന് പറയുന്നത്. Thus it helps to replace or clear the alcohol and make space for the paraffin during infiltration and impregnation. നമ്മൾ xyleനകത്ത് എടുത്തു കഴിഞ്ഞാൽ ആൽക്കഹോളിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുകയും നമുക്ക് പാരാഫിനും ഇൻഫിൽട്രേഷനും ഇംപ്രഗ്നേഷനും ചെയ്യേണ്ട രീതിയിലേക്ക് ടിഷ്യൂ പ്രോസസ്സ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, ഇൻഫിൽട്രേഷൻ. അടുത്തത് ഇൻഫിൽട്രേഷനാണ്. എന്താണ് ഇൻഫിൽട്രേഷൻ നോക്കാം. ടിഷ്യൂസ് ആർ ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ ക്ലിയറിംഗ് ടു എ bath of molten paraffin wax is an embedding oven for infiltration and impregnation. The clearing agent xylene is eliminated from the tissues surrounding melted wax. അപ്പോൾ നിങ്ങൾ ആ പ്രോസസ്സ് വീഡിയോസിൽ കണ്ട സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ക്ലിയറിങ്ങിന് ശേഷം കാസറ്റ്സ് എടുത്തിട്ട് ഒരു മെഷീനിൽ വെച്ചെടുക്കുന്നുണ്ട്. ആ മെഷീനിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സൊല്യൂഷന്, അതായത് സൊല്യൂഷൻ രൂപത്തിലുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പാരാഫിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പിന്നെ പാരാഫിൻ വാക്സ് എന്ന് പറയുന്ന ആ മോൾട്ടൻ മീൻസ് സൊല്യൂഷൻ രൂപത്തിലല്ല, ഒരു കൊഴുപ്പ് രൂപത്തിലുള്ളതാണ്. അപ്പോൾ അത് ആ കാസറ്റ്സിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഓവനിലേക്ക് വെക്കുകയാണ്. എംബഡിങ് ഓവൻ എന്ന് പറയുന്ന മെഷീൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിൽട്രേഷനും വേണ്ടി ഇംപ്രഗ്നേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഫിൽട്രേഷനും ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള എന്തെങ്കിലും കണ്ടൻറ്റോ, അതായത് നമ്മൾ ക്ലിയറിംഗ് ഒക്കെ ചെയ്തു വന്നാൽ xyleൻ്റെ കണ്ടൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഫിൽട്രേഷൻ ചെയ്ത് കളയുക. പിന്നെ അതുപോലെ തന്നെ ഇംപ്രഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച പാരാഫിൻ വാക്സിൻ അതുമായിട്ട് പ്രഗ്നേഷൻ നടക്കുക, അതായത് ഒട്ടിപ്പിടിച്ച് നിൽക്കുക.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി ക്ലിയറിംഗ് ഏജൻ്റ് ആയിട്ടുള്ള ക്സൈലിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഉപരിതലത്തിലുള്ള ക്സൈലിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഫ്രം ദി ടിഷ്യൂസ് സറൗണ്ടിങ് മെൽറ്റഡ് വാക്സ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ പാരാഫിൻ വാക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ എംബഡിങ് ഓവനിലേക്ക് വെക്കുമ്പോൾ അത് മെൽറ്റ് ആവുന്നതോട് കൂടിയിട്ട് ആ ടിഷ്യൂവിൻ്റെ ഉപരിതലത്തിലുള്ള ക്സൈലിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇൻഫിൽട്രേഷന് ശേഷം ആഫ്റ്റർ വിച്ച് ദി വാക്സ് ഡിഫ്യൂസ് ഇൻ ടു ദി ടിഷ്യൂ ടു റീപ്ലേസ് ദി ക്ലിയറിംഗ് ഏജൻറ്റ്. This is carried out in the paraffin oven 50 to 56 degrees Celsius for 2 to 3 hours. അപ്പോൾ ഈ ഒരു പ്ലേസ്, അതായത് അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിയറിംഗ് ഏജൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നത് വരെ പാരാഫിൻ ഓവണിനകത്ത് ഒരു ഏകദേശം 50 to 56 ഡിഗ്രി സെൽഷ്യസിൽ 2 to 3 hours വെക്കുക കാസറ്റ്സ്. ഇൻഫിൽട്രേറ്റഡ് പാരാഫിൻ ആഫ്റ്റർ കൂളിംഗ് ദേ ആർ കട്ട് ഓൺ ദി മൈക്രോടോം. ഇനി 2-3 മണിക്കൂർ വെച്ചതിൻ്റെ ശേഷം നമ്മുടെ പാരാഫിൻ എടുക്കുക അതിനകത്ത് നിന്നും, എന്നിട്ട് തണുക്കാൻ അനുവദിക്കുക. അതിൻ്റെ ശേഷം മൈക്രോടോം എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിനകത്ത് മൈക്രോടോം ഉപയോഗിച്ചിട്ട് പാരാഫിനെ എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു എന്നുള്ള വീഡിയോ ക്ലിപ്സ് ഇടുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അത് കണ്ടതിൻ്റെ ശേഷം എംബഡിങ് കേൾക്കുക. ഓക്കെ.